എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് വന്ന നോർസെറ്റ് 9 ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഈ നോർസെറ്റ് 9 അതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ച മറ്റൊരു സജഷൻ അല്ലെങ്കിൽ അവർ ആവശ്യമായിരുന്നു, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ആ ഡീറ്റെയിൽസ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ നോർസെറ്റ് അപ്ലൈ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് കൊടുക്കേണ്ടതുണ്ടോ, സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോട്ടോ വേണമോ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്, എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടി നിങ്ങളുടെ ആ ഡൗട്ട്സുകളെല്ലാം മാറും. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നോർസെറ്റ് 9 കുറിച്ച് അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. അതായത് നോർസെറ്റ് 9 ആപ്ലിക്കേഷൻ 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി പബ്ലിഷ് ചെയ്തു എങ്കിലും അതിൽ അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലായിരുന്നു. സാധാരണ നോർസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ എയിംസ് മാത്രം ചേർന്നിട്ടാണ് വരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഒരു വ്യത്യാസം അതിനുണ്ട്. എയിംസും ഒപ്പം ചില സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിന് പുറമെ പ്രധാനമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് എക്സാം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ജിപ്മറിൻ്റെ നഴ്സിംഗ് ഓഫീസർ വേക്കൻസിയും ഈ ഒരു എക്സാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാം നടത്തുന്നത് മാത്രമാണ് എയിംസിൻ്റെ കൂടെ. അവിടെ ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റും അപ്പോയിൻമെൻറ്റും ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റീസും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനും എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ഒരുമിച്ചായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു സെഷനിൽ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങളതിനെ അപ്ലൈ ചെയ്യുക. വളരെ ചെറിയൊരു ഫീസ്, വളരെ ചെറിയതെന്ന് പറയാൻ പറ്റില്ല, ഓരോ രൂപയും നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമുക്ക് ആരും 1 രൂപ പോലും വെറുതെ തരത്തില്ല അല്ലേ. 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്കുള്ളത്. എന്നാൽ EWS പോലെ SC/ST ആണെങ്കിൽ 2400 രൂപയാണ് ഫീസ് വരുന്നത്. ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്താലും നിങ്ങൾക്ക് അതിലൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. പേ ചെയ്ത ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടിരുന്ന് പഠിക്കുക. ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഓരോ 6 മാസം കൂടുമ്പോഴും 3000-4000-ഓളം നഴ്സിംഗ് ഓഫീസേഴ്സാണ് എയിംസിൻ്റെ ഈ ഒരു നോർസെറ്റ് 9 വഴി മാത്രമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം നോർസെറ്റിൻ്റെ എക്സാംസിന് നമ്മുടെ 80-20 റേഷ്യോ, അതായത് 80 പെൺകുട്ടികളും 20 ആൺകുട്ടികളും എന്നുള്ള ഒരു കണക്കിനാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അതിൽ പല വാദങ്ങളും കോർട്ടിലെ കേസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കറൻറ്റ്ലി ഇപ്പോഴും വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 80-20 റേഷ്യോയിൽ തന്നെയാണ്. 80 പെൺകുട്ടികൾക്ക് വേക്കൻസി കിട്ടുമ്പോൾ അതിൽ 20 ആൺകുട്ടികളായിരിക്കും സെലക്ട് ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടുന്ന ഒരു എക്സാമാണിത് എന്ന് പറഞ്ഞ് ആൺകുട്ടികൾക്ക് അവസരമില്ല എന്നല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് വാങ്ങി ഈ ജോലി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജോലിയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി ഒന്ന് പറയാം. വളരെ നല്ല സാലറി, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 80,000-നും 1,00,000-നും ഇടയിലുള്ള നല്ലൊരു സാലറിയാണ് ഇപ്പോഴത്തെ 7th പേ കമ്മീഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 8th പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ സാലറിയാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഒന്നും നമുക്കിപ്പോഴും പറയാൻ പറ്റത്തില്ല. എന്നാലും ഡെഫിനറ്റ്ലി ഇതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു സാലറി, ഏതൊരു ജോലിയേക്കാളും നല്ലൊരു സാലറിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും അത്രയും നല്ല സർവീസ്ഡ് ആയിട്ടുള്ള, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഫഷനും കൂടിയാണ് നമ്മുടേത് അല്ലേ. അപ്പോൾ ഈ ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ ഇത് കൂടാതെ നിങ്ങൾക്ക് ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, ആവശ്യം പോലെ ലീവുകളുണ്ട്, EL ഉണ്ട്, CL ഉണ്ട്, മെഡിക്കൽ ലീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലീവ്, ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. അതായത് ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് 730 ചൈൽഡ് കെയർ ലീവ് അനുവദിക്കുന്നുണ്ട് ഗവൺമെൻറ്. അതുകൂടാതെ പലതരത്തിലുള്ള ലീവുകളുണ്ട്. അതുപോയിട്ട് ഓരോ വർഷവും ഒരു തവണ നിങ്ങൾക്ക് നാട്ടിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ്, അതായത് ട്രെയിനിൻ്റെ ഹയർ ചാർജാണ് പറയുന്നത്, എന്നാൽ പോലും ചെറിയ ദൂരമാണെങ്കിൽ നമുക്കവിടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് പോലും നമുക്കവിടെ കിട്ടും. അതായത് നമ്മുടെ ഫാമിലിക്ക് ടോട്ടലി നാട്ടിൽ പോകാനുള്ള കാശ് അവിടെ നമുക്ക് തിരിച്ചു തരും. അതുപോലെ ഓരോ 4 വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയും ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടെയുള്ള ഏത് സ്ഥലത്തും, നമ്മൾ ഇന്ത്യയും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം
പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് സ്ഥലത്തോട്ടും ട്രാവൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് ഉൾപ്പെടെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള എലമെൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൂടാതെ ചൈൽഡ് എഡ്യൂക്കേഷൻ എലമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന അലവൻസ് ആണ് ഞാൻ പറയുന്നത്. എന്താണ് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ്? നിങ്ങളുടെ മക്കൾക്ക്, ആദ്യത്തെ 2 മക്കൾക്കുള്ള എഡ്യൂക്കേഷൻ അലവൻസ് നിയർലി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് 30,000 റുപ്പീസ്, 33,000 റുപ്പീസാണ് ഓരോ നഴ്സസിനും, ഓരോ കുട്ടികൾക്കുമായിട്ട്. അവരുടെ 2 മക്കൾക്കും 33,000 വീതമാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് അവിടെ നൽകിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് മന്ത്ലി നമുക്ക് നഴ്സിംഗ് അലവൻസ് ഉണ്ട്, ഡ്രസ്സിംഗ് അലവൻസ് ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ അവിടെ വരുന്നുണ്ട്. ഇതുകൂടെ നമ്മുടെ ബേസിക്കിനൊപ്പം തന്നെ ഇപ്പോൾ കറൻ്റ് 55% DA ആണ് നമുക്ക് കിട്ടുന്നത്. കമ്പയർ ടു കേരളത്തിലെ DME DHS വെച്ച് നോക്കാൻ വളരെ കുറച്ച് ശതമാനമാണ് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെൻറ് തരുന്നില്ല അല്ലേ. അപ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും നഴ്സസിന് കിട്ടാനുള്ള അലവൻസുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ 55% DA കിട്ടുന്നത്. ഏകദേശം നിങ്ങൾ ജോലി ചെയ്ത സിറ്റി അനുസരിച്ച് 27 മുതൽ 30% വരെ നിങ്ങൾക്ക് HRI ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം മന്ത്ലി നമുക്ക് കിട്ടുന്നതാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇയർലി ഉള്ള അലവൻസസും വേറെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് അലവൻസുകളും ബെസ്റ്റ് വർക്കിംഗ് എൻവയോൺമെൻറ്റുമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് തരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രൊമോഷൻസ് കിട്ടാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ എയിംസ് ഹോസ്പിറ്റൽസിലുണ്ട്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തരുത്. നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയമാണുള്ളത്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നേടിയെടുക്കാം. ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസറായി മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നോർസെറ്റ് 9 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള 16-17 എയിംസുകളാണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മെനിഞ്ഞാന്ന് എന്ത് ചെയ്തു, നമ്മുടെ വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിനകത്ത് 3500ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ എയിംസ് ഒഴികെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കുറേ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ക്ലാസ്സിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നോർസെറ്റ് 9 ആപ്ലിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അത് കേട്ടിട്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താൽ അതിന് ഞാൻ കൃത്യമായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ നോർസെറ്റ് 9 പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർസെറ്റിന് ചോദിക്കുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെയിലി നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിൽ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസറായിട്ടേ ഇനി നമ്മുടെ പ്രയത്നം നിർത്തുള്ളൂ എന്ന് തീരുമാനിച്ച് ഇപ്പം തന്നെ തുടങ്ങിക്കൊള്ളുക. മറ്റു ഡീറ്റെയിൽസിൽ പോകുന്നതിന് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ എയിംസിൻ്റെ. നിങ്ങളിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് 23 പേജ് അടങ്ങുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയുടെ കീഴിൽ നടക്കുന്ന നോർസെറ്റ് 9 എന്നുള്ള ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ നോട്ടിഫിക്കേഷനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ലെവൽ 7 ഒരു ഗ്രൂപ്പ് B ഓഫീസറായിട്ടാണ്, നഴ്സിംഗ് ഓഫീസറായിട്ടാണ് മാറുന്നത്. നിങ്ങളുടെ സാലറി ഞാൻ പറഞ്ഞു 80,000-നും 1 lakhനും ഇടയ്ക്കായിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ ഗ്രേഡ് പേ പറയുന്നത് 4,600 ആണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഓരോ വർഷവും കൂടുമ്പോൾ അവിടെ ഒരു 400 രൂപയ്ക്കകത്ത് അവിടെ നിങ്ങളുടെ ബേസിക് പേ കൂടിക്കൊണ്ട് ഇരിക്കും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി ഒന്നായിട്ടൊന്ന് വായിക്കുക. കാരണം ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം മാറാൻ നല്ലതാണ്. എന്നാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ BSc ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അല്ല നിങ്ങൾ GNM കഴിഞ്ഞ് പോസ്റ്റ് BSc പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്, നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എക്സാം എഴുതാം. ഇനി നിങ്ങളൊരു GNM പഠിച്ചൊരു നഴ്സാണെങ്കിൽ, നിങ്ങൾ BSc കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, GNM പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നഴ്സ് ആൻഡ് മിഡ്വൈഫ്സിൽ നഴ്സിംഗ് കൗൺസിലിലോ രജിസ്ട്രേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. എയിംസിൻ്റെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ
18 to 30 ഇയേഴ്സ് ആയിരിക്കണം. അതായത് 30 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മറ്റു കാറ്റഗറീസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്കും SC/STക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതനുസരിച്ച് ഈ 30 വയസ്സിൻ്റെ കൂടുതൽ അതുകൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്ന, അതുവരെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ. എന്നാൽ ജിപ്മറിന് 35 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി കേട്ടോ. അതായത് അവിടെ 35 ജനറൽ കാൻഡിഡേറ്റ്സിന്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ 3 വർഷവും SC/ST ആണെങ്കിൽ 5 വർഷവും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു 35-നൊപ്പം ആഡ് ചെയ്ത് റിലാക്സേഷൻ അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജിപ്മറിലെങ്കിലും എലിജിബിൾ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നമുക്ക് ഒരു വേക്കൻസി മതി. ഇന്ത്യയിൽ 3500ഓളം വേക്കൻസിയാണ് ഈ ഒരു എക്സാമിലൂടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു വേക്കൻസി മാത്രം മതി. ഓക്കെ. അപ്പോൾ അത് അല്ലാതെ ഞാൻ പഠിച്ചാൽ കിട്ടത്തില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസറാകാൻ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളുടെ അടുത്തുള്ള പ്രധാനമായിട്ടുള്ള പോയിന്റാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ജനറൽ കാൻഡിഡേറ്റ്സിന് OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപയാണ്. SC/ST അല്ലെങ്കിൽ EWS ആണെങ്കിൽ 2400 ഇനി ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ള ഏത് കാറ്റഗറിയിലാണെങ്കിലും ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവിടെ ഫീസ് ഒന്നുമില്ല, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. അത് നിങ്ങൾ ഓൺലൈൻ തന്നെ നെറ്റ് ബാങ്കിങ് വഴി, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾക്കത് ചെയ്യാനും പറ്റും. ഓക്കെ. ആ ഒരു ഫീ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, എന്താണ് ഫീസ് എന്ന് മനസ്സിലായി. ഇനി എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് 22-ാം തീയതി ആയിരുന്നു. ഇന്ന് 26-ാം തീയതി ആയി. അടുത്ത മാസം 11-ാം തീയതി വൈകിട്ട് 5 മണി വരെ. നോട്ട് ചെയ്യുക, ഈ 5 മണി വരെ എന്നുള്ളത് നിങ്ങൾ അതുവരെ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് അപ്ലൈ ചെയ്തിരിക്കുക. ഓക്കെ. ഇനി അവസാന നിമിഷങ്ങളാകുമ്പോൾ ഒരുപാട് പേര് ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സൈറ്റിൽ അപ്ലൈ ചെയ്യാനും ആപ്ലിക്കേഷൻ സ്വീകരിക്കാനൊക്കെ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് 11th. ഇനി ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ സപ്പോസ് ഒരു ജനറൽ കാൻഡിഡേറ്റ് അല്ല, SC/ST കാൻഡിഡേറ്റോ EWS കാൻഡിഡേറ്റോ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റോ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് തീരുന്നതിന് മുന്നേ, അതായത് 11/8/2025 മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൺസേൺഡ് അതോറിറ്റീസിൽ നിന്ന് വാങ്ങിയിരിക്കണം. കാരണം സപ്പോസ് നിങ്ങൾ എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്പോഴാണ് വാങ്ങിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും അതവിടെ സ്വീകരിക്കത്തില്ല. ഒരുവിധമുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും തന്നെ അവരത് സ്വീകരിക്കത്തില്ല. കാരണം അവർ പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ടൈമിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ബിലോങ് ആണ് എന്ന് തെളിയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുന്നേ, അതായത് നമ്മുടെ ഗവൺമെൻറ് പ്രൊസീജിയർ ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ഈ സർട്ടിഫിക്കറ്റ്സ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ട. പക്ഷേ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഈ ആപ്ലിക്കേഷൻ്റെ ടൈമിലായിരിക്കണം വാങ്ങിയിരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വാങ്ങി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുപോയാൽ ആ കാറ്റഗറി റിസർവേഷൻ നമുക്കവിടെ കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തോളുക. ഇനി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആർക്കാണ് ഈ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടത്? അതായത് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NOC വാങ്ങേണ്ടതുണ്ടോ? ആവശ്യമില്ല. കാരണം നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് എംപ്ലോയർ ആണ്, ഒരു PSU ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. അത് വാങ്ങി വെച്ചാൽ മതി. നമ്മൾ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് വാങ്ങി വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനും ഫില്ല് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മിനിമം ഏജ് ഏതാണോ, എയിംസിനാണെങ്കിൽ 30 ആണ്, ജിപ്മറിനാണെങ്കിൽ 35 ആണ്. അതിനൊപ്പം SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷം റിലാക്സേഷൻ ലഭിക്കും. OBC ആണെങ്കിൽ 3 വർഷം കൂടുതൽ അപ്ലൈ ചെയ്യാം. PWBD ആണെങ്കിൽ 10 വർഷം വരെ അപ്ലൈ ചെയ്യാം. PWBD പ്ലസ് OBC ആണെങ്കിൽ 13 വർഷവും PWBD പ്ലസ് SC/ST ആണെങ്കിൽ 15 വർഷവും അങ്ങനെ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ മിലിറ്ററി സർവീസിലുള്ളവർക്കൊക്കെ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്, അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ എത്രയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നതാണ്, 3 വർഷം അവിടെ എന്തുണ്ട്,
ജോലി ചെയ്ത് കഴിഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഈ അപ്ലൈ, സപ്പോസ് നിങ്ങൾ ബ്രാഞ്ച് ആ ഒരു ലൊക്കേഷൻ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. അതായത് എയിംസിലോട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് 5 വർഷം കൂടുതൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ജിപ്മാറിലോട്ടാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞതാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 5 വർഷത്തിനുള്ളിൽ എക്സാംസ് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ഓർത്തിരിക്കാം. ഓക്കെ. അതുപോലെ അതിനൊപ്പം OBC SC ST റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള റിലാക്സേഷൻ കൂടുതൽ കിട്ടും. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അതനുസരിച്ച് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. ഇനി കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റിന്, അതായത് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. 1/4/2025 11/8/2025, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ്, അതിനുള്ളിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ളതായിരിക്കണം ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇനി അതുപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് നമ്മൾ ഈ OBC SC ST EWS സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനാവുമ്പോൾ അതിൻ്റെ ഫോം ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളത് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫോം തന്നെ അതിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്ത് വാങ്ങിയിരിക്കണം. ഇല്ല എങ്കിൽ അതൊരിക്കലും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫോംസിലാണ് നിങ്ങൾ EWS വാങ്ങിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് സ്വീകരിക്കത്തില്ല. അവരവിടെ നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. അപ്പം നമ്മളൊരു ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ അല്ല ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കേണ്ടത്, ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ എക്സാമിനെ കുറിച്ചാണ്. 2 എക്സാം ഉണ്ട് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു നോർസെറ്റ് പാസ്സാകണമെങ്കിൽ, പ്രിലിംസും മെയിൻസും. പ്രിലിംസും ഞാൻ പറഞ്ഞു അവിടെ 2ലും MCQ തന്നെയാണ് ചോദിക്കുന്നത്. 100 MCQ 100 മാർക്കിനാണ് എക്സാം നടത്തുക. 100 MCQ 100 മാർക്സിനാണ് അവിടെ നോർസെറ്റിൻ്റെ പ്രിലിംസ് നടക്കുന്നത്. ഓരോ 20 MCQ വീതം ഓരോ സെക്ഷനായിട്ടാണ്. അതിൽ 80 ക്വസ്റ്റ്യൻ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സും 20 ക്വസ്റ്റ്യൻ ജനറൽ നോളജുമാണ്. GK, അത് GK എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹിസ്റ്ററി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജനറൽ ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ, നമ്മുടെ കറൻസി, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആര്, വൈസ് പ്രസിഡന്റ് ആര്, പ്രസിഡന്റ് ആര്, ഓരോ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആര്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് റീസെൻ്റ് ആയിട്ട് നടന്ന സ്പോർട്സിലെ വിന്നേഴ്സ് ആര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ചില മാത്സും നമുക്കവിടെ ചോദിക്കാം. എല്ലാം കൂടെ ടോട്ടലി 20 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് സബ്ജക്ട്സ് കൊടുക്കുന്നത് പോലെ ഇമ്പോർട്ടൻസ് ഈ ഒരു GK ക്വസ്റ്റ്യൻസിന് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കിട്ടിയാൽ നമുക്കവിടെ ഫുൾ മാർക്കും 1 മാർക്കും, അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോയാൽ -1/3 അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സെഷനിലെ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് അടുത്ത സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പ്രീവിയസ് സെഷനിലോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു സമയം, ആ ഒരു 20 മിനിറ്റ് കൃത്യമായിട്ട് ആ ഒരു 20 ക്വസ്റ്റ്യന് വേണ്ടി ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ്, ഇതിൽ സെലക്റ്റഡ് ആകുന്ന ആൾക്കാർ, പ്രിലിംസിൽ വിജയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റിലൂടെ എലിജിബിലിറ്റി പ്രകാരം മാർക്ക് കിട്ടുന്നവർ അടുത്ത മെയിൻസ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ 160 MCQ 180 മിനിറ്റിൽ 160 മാർക്കിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അവിടെ GKയും മാത്സും ഒന്നുമില്ല, പകരം കംപ്ലീറ്റ്ലി നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് ആണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യനും അവിടെ ഫുൾ മാർക്കും, എന്നാൽ എഴുതി തെറ്റിച്ചു കഴിഞ്ഞാൽ 1/3 മാർക്ക് അവിടെ കുറയുകയും ചെയ്യും. അത് ശ്രദ്ധിച്ച് എഴുതുക. ഓരോ സെക്ഷൻസും 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയുള്ള 4 സെഷൻസ് ആണ് അവിടെ ഉള്ളത്. ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് അടുത്ത സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് പഴയ സെഷനിലോട്ട് പോകാൻ അവിടെ പറ്റത്തുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ആ രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ടെൻസ്ഡ് ആയി പോകാൻ പാടില്ല. അതായത് ചില കുട്ടികൾക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മുടെ PSC എക്സാംസ് എഴുതുന്നത് പോലെ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് അവിടെ ഇട്ടിട്ട് ലാസ്റ്റ് റിവൈസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, പക്ഷെ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് സെഷനിലോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു 40 ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു സെഷനായിട്ട് വരുന്നില്ലേ, അതങ്ങനെ നമ്മൾ അത് ക്രോസ് ചെയ്ത് അടുത്തതിലോട്ട് പോയാൽ തിരിച്ചു പോകാൻ
പറ്റത്തില്ല. അത് കണക്കാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി നോർസെറ്റിൻ്റെ ക്വാളിഫൈ ചെയ്യാനുള്ള മിനിമം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% മാർക്കെങ്കിലും മിനിമം വേണം URനും EWSനും, അതായത് അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിക്കും ആ ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് EWSകാർക്ക് 50% മാർക്ക് വേണം. OBC ആണെങ്കിൽ 45%, SC/ST ആണെങ്കിൽ 40% മിനിമം ക്വാളിഫൈ ചെയ്യാൻ മാർക്ക് വേണം. അല്ലാതെ ആരും മാർക്ക് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് എല്ലാവരും താഴോട്ട് മാർക്കുള്ളവർ, 2 മാർക്കുള്ളവർ, മൈനസ് മാർക്കുള്ളവർ, 5 മാർക്കുള്ളവർ ഒന്നും ഒരിക്കലും എലിജിബിൾ ആകത്തില്ല. മിനിമം നിങ്ങൾ ഇത്ര മാർക്കെങ്കിലും പെർസെൻറ്റേജ് എങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സാമിൻ്റെ ലിസ്റ്റിൽ അവിടെ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൻ്റെ സിലബസ് ഞാൻ പറഞ്ഞു. പ്രിലിംസിന് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള GKയും നഴ്സിംഗ് സബ്ജക്ട്സുമാണ് വരുന്നത്. മെയിൻസിനാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷനിൽ പോകാൻ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നത് മുതൽ ഫൈനൽ പേയ്മെൻറ്റിൻ്റെ സെഷൻ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ട് നോട്ട് ചെയ്യുക. കൃത്യമായിട്ട് മാക്സിമം നിങ്ങൾ മിസ്റ്റേക്കുകളൊന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. സിമ്പിൾസ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അത് അവരുടെ കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നീട്. പക്ഷെ എന്നാൽ പോലും അതുപോലെയുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നീട് ആ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടാനാണെങ്കിൽ ഒരുപാട് പാടാണ്. സോ അപ്ലൈ ചെയ്യുമ്പോൾ ടെൻഷനൊന്നുമില്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങളിപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം കാണുകയാണ്, അതിൽ ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊരു പേപ്പറിൽ കുറിച്ചെടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം, ഇതെല്ലാം ഒന്ന് ഒരു പേപ്പറിൽ കുറിച്ച് അതെല്ലാം റെഡിയായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്, ഓഫ്ലൈൻ അല്ല. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ് അല്ലേ. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വയ്ക്കണം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ വേക്കൻസിയുടെ ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. ഇവിടെ നോക്കുക, ഇതാണ് വേക്കൻസി ഓഫ് നോർസെറ്റ് 9 വരുന്നത്. ഇവിടെ ഇപ്രാവശ്യത്തെ എക്സാമിൽ 17 എയിംസ്, നമ്മുടെ ഇന്ത്യയിലുള്ള 17 എയിംസ് ബാത്തിൻഡ, പുര, ഭോപ്പാൽ, ഭുവനേശ്വർ, ദിയോഗർ, ഗോരഖ്പൂർ, ഗുവാഹത്തി, കല്യാണി, മംഗലഗിരി ഇങ്ങനെ 17 എയിംസ് വരുന്നുണ്ട്. അത് കൂടാതെ ഒരു CAPFIMS എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലും NITRD ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ AIIPMR മുംബൈ ഇൻസ്റ്റിറ്റ്യൂട്ടും CIP റാഞ്ചിയും പിന്നെ മേജറായിട്ട് ഇതൊന്നും നമ്മുടെ കേരളത്തിലുള്ളവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതല്ല. അതുമല്ല അവിടെ വളരെ കുറച്ച് വേക്കൻസി മാത്രമേ വരുത്തുള്ളൂ അല്ലേ. എന്നാൽ ഒരു മാസമായിട്ടുള്ള ഒരു വലിയൊരു വേക്കൻസി വന്നിട്ടുള്ളതാണ് ജിപ്മർ. നമ്മുടെ പോണ്ടിച്ചേരിയിൽ വന്ന, കേരളത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും അടുത്ത സ്ഥലങ്ങളിലായിട്ടാണ് ചൂസ് ചെയ്യാറ്. ഒന്നുകിൽ ബാംഗ്ലൂർ നിമാൻസിലോട്ട് വരിക, അല്ലെങ്കിൽ തമിഴ്നാടിലോട്ട് പോവുക, അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോട്ട് പോവുക, അല്ലെങ്കിൽ മാക്സിമം ആന്ധ്ര വരെ പോവുക, അല്ലെങ്കിൽ മുംബൈ പോവുക. ഇത്രയുമാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. ഇതിലില്ലാതെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ നോർത്ത് സൈഡിലോട്ട് കൂടുതൽ. പിന്നെ എന്നാൽ ചില ആൾക്കാരുണ്ട് നോർത്ത് സൈഡ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർ, അവർക്കൊക്കെ ഓക്കെ നോർത്ത് സൈഡിലോട്ടും അപ്ലൈ ചെയ്യാം, ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ജിപ്മർ പോണ്ടിച്ചേരിയും കൂടെ ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. ജിപ്മറിന് മാത്രമായിട്ട്, ജിപ്മർ പോണ്ടിച്ചേരിക്ക് മാത്രമായിട്ട് 446 വേക്കൻസിയാണ്. ഒപ്പം ജിപ്മറിൻ്റെ തന്നെ യാനം ബ്രാഞ്ചിന് 8 വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്തു. ടോട്ടലി നമുക്ക് അങ്ങനെ 3500 വേക്കൻസിയാണ് അവിടെ വിളിച്ചിട്ടുള്ളത്. 3500 വേക്കൻസിയും ഇവിടെ ഇത് ഫില്ല് ചെയ്യും. ഡയറക്റ്റ്ലി അവർ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഫില്ല് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വേക്കൻസി ഇത്രയും വലിയൊരു വേക്കൻസി, നമ്മൾ 100 വേക്കൻസി, 10 വേക്കൻസി, 50 വേക്കൻസി ഒക്കെ ഇങ്ങനെ 3 വർഷം കൊണ്ട് കാത്തിരുന്ന് നാട്ടിലൊരു എക്സാം എഴുതി ജോബിന് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ 6 മാസം കൂടുമ്പോഴും 3000, 4000 വേക്കൻസി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പ്ലീസ് സ്റ്റഡി ആൻഡ് ഗെറ്റ് എ ജോബ്. നിങ്ങളുടെ ലൈഫ് അത്രയും സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നഷ്ടപ്പെടുത്തരുത്. ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 2 മാസം ലീവ് എടുത്തിട്ടാണെങ്കിൽ ലീവ് എടുത്തിട്ടെങ്കിലും ഇരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലീവ് എടുത്തിരുന്ന് നന്നായിട്ട് പഠിച്ചോളുക. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ഈ ജിപ്മറിനൊപ്പം മറ്റൊരു നല്ലൊരു വേക്കൻസി കൂടെ വരുന്നുണ്ട്. ESIC, ന്യൂഡൽഹിയിലെ ESICയും ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. ESICയിൽ മാത്രം 832 നല്ല ഒരുപാട് ഫെസിലിറ്റീസും അലവൻസസും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ESIC ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിൽ 832 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ
നൗ ഇറ്റ് സെൽഫ് യു അപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഗൂഗിളിൽ കയറി ആദ്യം ആപ്ലിക്കേഷൻ എടുക്കുന്ന സ്റ്റെപ്പ് മുതലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കും. വളരെ സ്ലോലി ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, കാരണം നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഗൂഗിൾ എടുത്തു, സെർച്ച് എഞ്ചിൻ എടുത്തു. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് എയിംസ് നോർസെറ്റ് 9. എയിംസ് നോർസെറ്റ് 9 എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും വേണ്ട, വെബ്സൈറ്റും അഡ്രസ്സും ഒന്നും വേണ്ട. എയിംസ് നോർസെറ്റ് 9 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണും. ഒന്ന് അഡ്വർടൈസ്മെന്റ്, ഒന്ന് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, ലോഗിൻ ടു അപ്ലൈ എന്നുള്ള 3 സെഷൻസ് വരും. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വായിച്ചു തന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തറവായിട്ട് വായിച്ചു നോക്കാം. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പോകാൻ പറ്റുന്നത് അടുത്ത സെഷൻ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്. ഒരു പുതിയ അക്കൗണ്ട് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ വരുന്നത്? അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്യുക, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുൾ നെയിം, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും വരുത്തരുത്. നിങ്ങളുടെ പേരെന്താണോ അത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. കംപ്ലീറ്റ്ലി സർനെയിമും എല്ലാം ചേർത്ത് കംപ്ലീറ്റ്ലി നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. അല്ലാതെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം അങ്ങനെയൊന്നുമില്ല. ഫുൾ നെയിം നിങ്ങളവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ആ സെയിം നെയിം തന്നെ ഇവിടെ റീ എൻറ്റർ ചെയ്യുകയും വേണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള, നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ, ആ ഒരു മൊബൈൽ നമ്പർ, അതായത് മെസ്സേജസ് ഒക്കെ വരുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. നമ്മളെപ്പോഴും ഫ്യൂച്ചറിലോട്ട് കുറച്ച് കാലം ഒരു മാറ്റാൻ ചാൻസ് ഒന്നും ഇല്ലാത്ത, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈ ഒരു മൊബൈൽ നമ്പറിൻ്റെ കോളത്തിൽ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആ സെയിം നമ്പർ തന്നെ ഇവിടെ കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി എപ്പോഴും മെയിലുകൾ ചെക്ക് ചെയ്യുന്ന, നിങ്ങൾക്ക് ഒരുവിധമുള്ളവർക്കെല്ലാം 2-3 മെയിൽ ഐ ഡി ഒക്കെ കാണുമായിരിക്കാം. അപ്പോൾ ഒഫീഷ്യലി നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി എന്താണോ ആ മെയിൽ ഐ ഡി ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്രോസ് ചെക്ക് ചെയ്യുക. ഓരോ സ്റ്റെപ്പും ഫില്ല് ചെയ്യുമ്പോൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് പോവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്തരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവിടെ ആ സെയിം മെയിൽ ഐ ഡി കൺഫേം ചെയ്യുക, അത് ഉറപ്പാണ് എന്ന് വരാൻ വേണ്ടി. അടുത്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക. അതായത് ഈ ഒരു എയിംസിന്, അതായത് മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല ചോദിക്കുന്നത്, ഈ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, നിങ്ങളൊരു പാസ്വേഡ് അവിടെ കൊടുക്കുക. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയും വേണം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറയാം. 8 മുതൽ 10 ലെറ്റർ എങ്കിലും അതിനകത്തുണ്ടായിരിക്കണം. മിനിമം ഒരു അപ്പർ കേസ്, അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു ലോവർ കേസ് ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതായത് ആൻഡ് എന്നോ അല്ലെങ്കിൽ ഹാഷ് എന്നോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ വന്നാൽ അതൊരു സ്ട്രോങ് പാസ്വേഡ് ആകുന്നുള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ച് നോക്കിയേ എന്താണ് ഒരു പാസ്വേഡ് കൊടുക്കേണ്ടത്, അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സാം വരെയും അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നവർ പല പ്രാവശ്യം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് പാസ്വേഡ് ഒന്ന് നോട്ട് ചെയ്ത്, ഏത് മെയിൽ ഐ ഡി, ഏത് പാസ്വേഡ്, ആ സെയിം പാസ്വേഡ് തന്നെ നിങ്ങൾ ഇവിടെ കൺഫേം പാസ്വേഡിലും കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മിനിമം വേണ്ടത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, എൻ്റർ ആധാർ നമ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ആധാർ ഉണ്ടായിരിക്കും. ആ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് വെരിഫൈ ആധാർ കൊടുക്കാം. വെരിഫൈ ആധാർ കൊടുക്കുമ്പോൾ നിങ്ങൾ ആധാറിൻ്റെ കാർഡിൽ, ആധാർ രജിസ്റ്റർ ചെയ്തപ്പോൾ അവിടെ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തത് അതിൽ ഒരു OTP വരുന്നുണ്ടാവും. അത് നിങ്ങൾ അവിടെ വെരിഫൈ ചെയ്യേണ്ടി വരും. അത് അല്ലാതെയും ഈ ഒരു ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാതെയും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഒരു ഓപ്ഷണലാണ്. ബാക്കി ഈ പാസ്വേഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ബാക്കി ഈ ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നില്ല എങ്കിൽ നിങ്ങളിവിടെ ഐ വോണ്ട് ടു പ്രൊസീഡ് വിത്തൗട്ട് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ ഇല്ലാതെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള ഈ കോളം ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു പേജിൽ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആ നമ്പറിലൂടെ, അപ്പോൾ അവിടെ ഒരു മെസ്സേജ്, ഒരു പോപ്പപ്പ് വരും. എന്താണ്, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിങ്ങൾ ഏത് നമ്പറാണോ ഇവിടെ കൊടുത്തത് ആ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടെന്ന് പറയും. ആ നമ്പറുടെ ആ OTP ഫോണിൽ നിന്നെടുത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ലോഗിൻ ID എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ ആണ്.
അല്ലെങ്കിൽ നമുക്ക് അവിടെ മെയിൽ ID യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്ത് ഒന്നേന്ന് ലോഗിൻ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അവിടെ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത ഈ ക്രിയേറ്റ് ആൻഡ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത് ലോഗിൻ ടു അപ്ലൈ എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് അവിടെ വരുന്നത്. അവിടെ നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്, നേരത്തെ കൊടുത്ത പാസ്വേഡ് അതിവിടെ കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുക്കുമ്പോൾ അടുത്ത് നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുകളിലായിട്ട് ഈ ഒരു പേജിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ആരാണോ രജിസ്റ്റർ ചെയ്തത് ആ ആളുടെ പേരും ആ ആളിന് ക്രിയേറ്റ് ചെയ്ത ഒരു ID നമ്പർ ഇവിടെ ഉണ്ടാകും. ഇതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ID നമ്പർ എന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം തന്നെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് ഇതങ്ങ് സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ ID നമ്പർ എത്രയാണ്? എന്തെങ്കിലും ആപ്ലിക്കേഷന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ID നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ആ നമ്പർ, അത് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ID നമ്പറും ഉണ്ടാകും. അതിനുശേഷം ഒരു 6 സ്റ്റെപ്സ് ഉണ്ടാകും. 6 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക് ഡീറ്റെയിൽസ്, സെക്കൻഡ് വൺ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തേർഡ് വൺ, ഫോർത്ത് വൺ സിറ്റി ചോയ്സ്, ഫിഫ്ത്ത് വൺ അപ്ലോഡ് ഇമേജസ്, സിക്സ്ത് വൺ സ്റ്റുഡൻറ്റ് പേയ്മെൻറ്റ്. ഇങ്ങനെ 6 സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. ഇതിൽ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ബേസിക് ഡീറ്റെയിൽസ്. പോസ്റ്റ് അപ്ലൈയിങ് ഫോർ നഴ്സിംഗ് ഓഫീസർ എന്നുള്ള എക്സാമിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ഫാദറിൻ്റെ പേര്, അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് നിങ്ങൾ ആസ് പെർ യുവർ സർട്ടിഫിക്കറ്റ് എന്താണോ കറക്റ്റായിട്ട് അച്ഛൻ്റെ പേര് കൊടുത്തിട്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ അമ്മയുടെ പേരും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതുപോലെ അടുത്ത് ചോദിക്കുന്നത് ജെൻഡറാണ്, മെയിലാണോ ഫീമെയിലാണോ തേർഡ് ജെൻഡർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആർ യു ഇൻ ദ കാറ്റഗറി ഓഫ് PWBD, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഉണ്ട് എന്നുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ, അതായത് എന്ത് ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വിച്ച് ഫെസിലിറ്റി ഡു യു റിക്വയർ ടു അപ്പിയർ ഇൻ ദ എക്സാം എന്നുള്ളത് കൊടുക്കണം. ഏത് PWBD കാറ്റഗറി ആണെന്ന് കൊടുക്കണം. എത്ര പെർസെൻറ്റേജ് ആണ് ഡിസബിലിറ്റി, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുള്ളവർക്ക് അത് ഡീറ്റെയിൽസ് ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം. ഇതല്ല ഇനി ഡിസബിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ നോ എന്ന് മാത്രം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ നിങ്ങളുടെ പേര്, ഇവിടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ ജെൻഡറാണ്, അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ ജെൻഡർ, പിന്നെ നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ. ഇനി അടുത്തുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാറ്റഗറിയിൽ വരുന്നുണ്ടോ. കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അൺറിസർവ്ഡ്, OBC, SC, ST, EWS ഇതിലേതെങ്കിലും കാറ്റഗറി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, ആ ഇന്ത്യൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റുകളും ഉണ്ട് അവിടെ. അതിൽ ഏത് സ്റ്റേറ്റ്, കേരള ആണെങ്കിൽ കേരള, അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ID പ്രൂഫ്, നമുക്ക് വോട്ടർ ID യൂസ് ചെയ്യാം, പാൻ കാർഡ് യൂസ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം, ആധാർ കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്പോർട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് അതിൻ്റെ നമ്പർ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അതിവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു ID കാർഡ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഈ എക്സാമിന് പോകുന്ന സമയത്തും ഈ ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അത് അവരവിടെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ID പ്രൂഫ് ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വോട്ടർ ID ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ വോട്ടർ IDയുടെ നമ്പർ ഇവിടെ ചോദിക്കും. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ചോദിക്കുന്നത് ആർ യു എ എക്സ് സർവീസ് മാൻ, മിലിറ്ററി സർവീസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു എക്സ് സർവീസ് മാൻ ആണോ? അങ്ങനെയുള്ളവർക്കും എക്സാം എഴുതാം. അപ്പോൾ അവിടെ എസ് ആണോ നോ ആണോ എന്ന് കൊടുക്കുക. എസ് ആണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ എസ് ആണെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് ചോദിക്കും. ഏത് ആംഡ് ഫോഴ്സസ് ആണ്, അതിൻ്റെ സർവീസ് എൻഡ് ഡേറ്റ്, സർവീസ് സ്റ്റേറ്റ് ഡേറ്റ്, എത്ര വർഷത്തെ സർവീസ്, എങ്ങനെ, ഇതെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കണം. അടുത്തുള്ളത് നോ ആണെങ്കിൽ നോ മാത്രം അവിടെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ESIC ഹോസ്പിറ്റൽ നമ്മൾ എക്സാമിനുള്ളത് കൊണ്ട് എംപ്ലോയി സ്റ്റേറ്റ്സ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ നിങ്ങൾ എംപ്ലോയി ആണോ ഇപ്പോൾ എന്നറിയാൻ വേണ്ടിയിട്ട് എസ് ഓർ നോ ചോദിക്കും. എസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ല നോ ആണെങ്കിൽ നോ എന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് സർവൻ്റ് ആണോ, റെഗുലർ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. നോ ആണെങ്കിൽ നോ കൊടുക്കുക.
അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് അതനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എയിംസിൽ കോൺട്രാക്ച്വൽ എംപ്ലോയി എന്തെങ്കിലും ആണോ, ഗവൺമെൻറ് പെർമനൻ്റ് അല്ലാതെ കോൺട്രാക്ട് ബേസിസിൽ എന്തെങ്കിലുമുള്ള എംപ്ലോയി ആണോ, എസ് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, നോ എങ്കിൽ നോയിൽ കൊടുക്കുക. മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കുക, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ അല്ലാതെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇത്രയും കൊടുക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അതായത് നമ്മുടെ പോസ്റ്റൊക്കെ അയക്കാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പെർമനൻറ്റ്, നമ്മൾ 2 അഡ്രസ്സ് നമുക്കുണ്ടാകും. ചില ആൾക്കാർക്ക് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും, പെർമനൻറ്റ് പോസ്റ്റലും. അതായത് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന നാട്ടിലായിരിക്കാം, പോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന താമസിക്കുന്ന വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പോസ്റ്റലെല്ലാം വേറൊരു സ്ഥലത്തോട്ട് അയക്കാൻ പറയാം. അപ്പോൾ അത് രണ്ടും അഡ്രസ്സ് എൻ്റർ ചെയ്തു. പെർമനൻറ്റ് അഡ്രസ്സ് കൺട്രി ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, സിറ്റി ഏതാണ്, പിൻകോഡ് എന്താണ്, അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ രണ്ടും സെയിം ഒരുപോലെ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട, രണ്ടും അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങൾ, അത് ബേസിക് ഡീറ്റെയിൽസിൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജെൻഡർ, PWD ആണെങ്കിൽ ഓരോന്നും എസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അത് അവിടെ കൊടുക്കുക. OBC ആണെങ്കിൽ OBC അവിടെ കൊടുക്കുക. എന്നിട്ട് OBC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. കിട്ടിയാൽ നിങ്ങൾക്ക് ആ കാറ്റഗറിയുടെ റിസർവേഷൻ അവിടെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ അവർ ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് കണക്കാക്കും. നാഷണാലിറ്റി കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ജനറലായിട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങൾ OBC കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ബെറ്റർ നൗ ഇറ്റ് സെൽഫ് യു ഗീവ് വിച്ച് കാറ്റഗറി യു ബിലോങ്സ് ടു. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ID പ്രൂഫ് ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺ ആയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ എൻട്രി ചെയ്തില്ല. ഇപ്പോൾ ഞാനത് കാണിക്കാം. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകത്തില്ല. പകരം എല്ലാ ഏരിയാസും നിങ്ങൾ കമ്പൽസറിലി ഫില്ല് ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ് കാണിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക് ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്വാളിഫിക്കേഷൻ. നിങ്ങളത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഇതിൽ ക്വാളിഫിക്കേഷൻ ആണ് അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്വാളിഫയിങ് എക്സാം, നിങ്ങൾ ഏത് എക്സാമാണ് പാസ്സായിരിക്കുന്നത്, BSc നഴ്സിംഗ് ആണോ, പോസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് പോസ്റ്റ് BSc ആണോ, അതോ GNM ആണോ, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇവിടെ കൊടുക്കാം, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ കൊടുക്കാം. ഏത് ഡേറ്റിനാണ് നിങ്ങൾ ആ എക്സാം പാസ്സായിരിക്കുന്നത് എന്നുള്ളതും ഏകദേശം അവിടെ കറക്റ്റായിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷനകത്ത് അതിൻ്റെ ഡേറ്റ് ഉണ്ടാകും, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അത് കഴിഞ്ഞ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിട്ടാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അതായത് നമുക്ക് നഴ്സ് ആൻഡ് മിഡ്വൈഫ് എന്ന് പറയുമ്പോൾ BScക്കാർക്ക് അവിടെ ഒരു രജിസ്റ്റർ നമ്പറേ കാണത്തുള്ളൂ. ആ ഒരു രജിസ്റ്റർ നമ്പർ തന്നെ ഇവിടെ രണ്ടിടവും എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഏത് സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾക്കുള്ളത്, കേരളയാണെങ്കിൽ അത് കൊടുക്കുക. ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റും സെലക്ട് ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫിക്കേഷൻ എക്സാം ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസുമായി കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള സെക്ഷൻ കൊടുത്ത് അടുത്ത സെഷനിലോട്ട് പോകുന്നു. അടുത്ത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ആയി, ക്വാളിഫിക്കേഷനായി, നെക്സ്റ്റ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ BScക്കാരാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. BScയും MScയും ക്വാളിഫിക്കേഷൻകാർക്ക് BSc അവിടെ പോസ്റ്റ് BScക്കൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എസ് ആണോ നോ ആണോ എന്ന് കൊടുക്കുക. എസ് ആണെങ്കിൽ അല്ല GNMകാർ ആണെങ്കിൽ കമ്പൽസറി നിങ്ങളവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. എസ് കൊടുത്തിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഏത് പൊസിഷനായിരുന്നു, എംപ്ലോയി ഏത് ടൈപ്പ് ആയിരുന്നു, റെഗുലർ ആയിരുന്നോ, കോൺട്രാക്റ്റ് ആയിരുന്നോ, ടെമ്പററി ആയിരുന്നോ എന്നുള്ളത് കൊടുക്കുക. ആ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത്, അതായത് മിനിമം
50 ബെഡഡ് ഹോസ്പിറ്റലിലെങ്കിലും ആയിരിക്കണം വർക്ക് ചെയ്തത്. നെക്സ്റ്റ് എത്ര നാൾ, അതായത് സ്റ്റാർട്ടിങ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും പിന്നെ കറൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര നാൾ വർക്ക് ചെയ്തു, ആ ഡ്യൂട്ടി ഷിഫ്റ്റ് ഡ്യൂട്ടി ആണോ ജനറൽ ഡ്യൂട്ടി ആണോ എങ്ങനെയാണെന്നുള്ള നാച്ചർ ഓഫ് ഡ്യൂട്ടീസ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഹോസ്പിറ്റലല്ല വീണ്ടും ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സേവ് ആൻഡ് ആഡ് എക്സ്പീരിയൻസ് കൊടുക്കാം. വീണ്ടും അതുപോലെ എന്ത് ചെയ്യാം, അടുത്ത ഡീറ്റെയിൽസ് അടുത്ത ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇതല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നോ എന്ന് കൊടുത്ത് വീണ്ടും എന്ത് ചെയ്യുക, അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അടുത്ത് വരുന്നത് നിങ്ങളുടെ സിറ്റി ചോയ്സ് ആണ്. അതായത് നിങ്ങളുടെ എക്സാം എഴുതാനുള്ള സിറ്റി. നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളതാണ്, അല്ല ജോബിന് വേണ്ടിയിട്ടുള്ള സിറ്റി അല്ല ഇവിടെ ചോദിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ 4 ഓപ്ഷൻസ്, അതായത് പ്രിലിംസിൻ്റെതാണ് ആദ്യം ചോദിക്കുന്നത്. സ്റ്റേജ് 1 ചോദിക്കുന്നത്, സ്റ്റേജ് 2 ചോദിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പ്രിലിംസിന് അവൈലബിൾ ആയിട്ടുള്ള സിറ്റിയിൽ ഏതാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അടുത്ത സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് അങ്ങനെ കൊടുക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് നോക്കുക. ഇവിടെ ഓരോ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിലാണ് വേണ്ടത്, നിങ്ങൾ കേരളം സെലക്ട് ചെയ്യുക. കർണാടകയാണ് വേണ്ടത്, നിങ്ങൾ കർണാടക സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കേരളം എക്സാമ്പിൾ കാണിക്കുകയാണ്. കേരള ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിൽ ഏത് സിറ്റിയിലൊക്കെയാണ് എക്സാം ഉള്ളതെന്ന് നോക്കുക. എല്ലായിടത്തും എക്സാം ഇല്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, എറണാകുളം അങ്കമാലി മൂവാറ്റുപുഴ അവിടെയുണ്ട്, ഇടുക്കിയുണ്ട്, കണ്ണൂരുണ്ട്, കോട്ടയമുണ്ട്, പാലക്കാടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്. ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രിലിംസിൻ്റെ എക്സാം സെൻറ്റർ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക. ഇനി സപ്പോസ് അവർ അവിടെ സിറ്റി അറേഞ്ച് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് വേക്കൻസി അവിടെ സീറ്റ് എനിക്ക് കിട്ടിയില്ല, അതായത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സിറ്റി കിട്ടും. ഇതല്ല നിങ്ങൾ ലാസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് സിറ്റി കിട്ടണമെന്നില്ല. നിങ്ങൾ അപ്പോൾ വരുമ്പോൾ രണ്ടാമത് ചാൻസ് കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു സിറ്റി സെലക്ട് ചെയ്യുക. തിരുവനന്തപുരത്തില്ല, ആലപ്പുഴയാണ് എനിക്ക് അടുത്തുള്ള സ്ഥലം. ഓക്കെ, ഞാൻ അടുത്ത ആലപ്പുഴ പ്രിഫറൻസ് കൊടുത്തു. നെക്സ്റ്റ് ആലപ്പുഴയും ഇല്ല എങ്കിൽ അടുത്ത മൂന്നാമത്തെ പ്രിഫറൻസ് ഏത് കൊടുക്കും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, എനിക്ക് എറണാകുളം കൊടുക്കാം അടുത്ത മൂന്നാമത്. ഇങ്ങനെ നിങ്ങൾ 3 പ്രിഫറൻസ്, ഫസ്റ്റ് പ്രിഫറൻസ് ഇന്നതാണ്, സെക്കൻഡ് പ്രിഫറൻസ് ഇന്നതാണ്, തേർഡ് പ്രിഫറൻസ് ഇന്നതാണ്. ഇനി 4ാമത്തെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 പ്രിഫറൻസ് കിട്ടിയില്ല എങ്കിൽ അടുത്ത് വരുന്നത് ഇനി 4ാമത്തെ പ്രിഫറൻസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് സെൻറ്റർ തരണം എന്നുള്ളതാണ്. എനിവെയർ ഇൻ ഇന്ത്യ കൊടുക്കുക, സിറ്റിയും എനിവെയർ ഇൻ ഇന്ത്യ കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇത് പ്രിലിംസിന്. എന്നാൽ നമ്മുടെ മെയിൻസ് വരുമ്പോൾ ഇതേ സിറ്റികൾ ഇല്ല. കാരണം കേരളത്തിൽ പ്രിലിംസിന് പല സിറ്റികളിലും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ആലപ്പുഴ ഉണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു. പക്ഷേ മെയിൻസിന് ഒരു സ്ഥലത്ത് മാത്രമേ സിറ്റി വരുന്നുള്ളൂ. അതേതാണെന്ന് ഞാനിവിടെ പറയാം. അവിടെയും നമുക്ക് 4 പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരത്ത്. ആകെ തിരുവനന്തപുരത്ത് മാത്രമേ മെയിൻസ് എക്സാം ഉള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻസ് എഴുതണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി എഴുതാം. ഇനി എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി അല്ല കേരളം വേണ്ട, നിങ്ങൾക്ക് കർണാടകയാണ് വേണ്ടതെങ്കിൽ കർണാടകയിൽ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് തമിഴ്നാടാണ് വേണ്ടതെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്, തമിഴ്നാട്ടിൽ ചെന്നൈ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഒരു സ്ഥലത്തായിരിക്കും അവിടെ ഉള്ളത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. എന്നാൽ ഇനി തിരുവനന്തപുരത്ത് ഇല്ല എങ്കിൽ അടുത്ത് എവിടെ പോകാം? കേരളത്തിൽ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ ബാംഗ്ലൂർ ആയിരിക്കാം ഈസി ആയിട്ടുള്ളത്. കർണാടക, ബാംഗ്ലൂരിനെ വന്ന് എക്സാം എഴുതാൻ പറ്റും. അടുത്ത് ഉള്ളതാണ് തമിഴ്നാട്, അതല്ലെങ്കിൽ അടുത്ത 3ാമത്തെ ഓപ്ഷൻ ചെന്നൈയിൽ എഴുതാം. ഇനി 4ാമത്തെ ഓപ്ഷൻ ഇത് 3ഉം ഇല്ല എങ്കിൽ എനിവെയർ ഇൻ ഇന്ത്യ. അങ്ങനെ വരാറില്ല. മോസ്റ്റ്ലി എപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ സെൻറ്റർ കിട്ടാറാണ് പതിവ്. നമ്മൾ അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. അത്രത്തോളം സെൻറ്ററുകൾ അവർ സെലക്ട് ചെയ്ത് ഒരേ സമയത്ത് എക്സാം നടത്താറുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ആ സിറ്റി ചോയ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്ത സെഷൻ വരുന്നുണ്ട്. അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ഇമേജസ് എന്നുള്ള 5ാമത്തെ സെഷൻ. അപ്പോൾ 4 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5ാമത്തെ സെഷൻ അപ്ലോഡ് ഇമേജ് ആണ്. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് എനി. അതായത് ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്, നോട്ടിഫിക്കേഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയിലോ ജോലി ചെയ്ത് കറൻ്റ്ലി ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ആ വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു കോപ്പി നിങ്ങൾ 2 MB
ബിലോ ആയിട്ട് പ്ലീസ് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഇൻ PDF ഫോർമാറ്റ്. അത് PDF ഫോർമാറ്റ് ആയിരിക്കണം, ജെപെഗ് അല്ല, ഇമേജ് അല്ല, PDF ആയിരിക്കണം. അതും 2 MB താഴെ സൈസിൽ ആയിരിക്കണം. 2 MB മാത്രമേ. അതിന് കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ നിങ്ങൾ ഫോണിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫോണിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിലോട്ട് പോകും. അതല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ സിസ്റ്റത്തിലുള്ള ഡോക്യുമെൻറ്റ്സിലോട്ട് പോകും. അതിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് ഇനി അതില്ല എങ്കിൽ അതവിടെ നിർബന്ധമില്ല അപ്ലോഡ് ചെയ്യേണ്ട. അതായത് നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരി അല്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അതില്ല നിങ്ങളുടെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത സെഷനിലോട്ട് പോകേണ്ടത് അപ്ലോഡ് പ്രൊഫൈൽ ഫോട്ടോ. അതായത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഫേസ് എത്രയാണോ ആ ഒരു കറക്റ്റ് ഫേസ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സുള്ളവർ 15 വയസ്സപ്പോൾ ഉള്ള ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യരുത്. ഇപ്പോഴുള്ളൊരു റീസെൻ്റ്ലി ഉള്ളൊരു ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ ഫോട്ടോയും ഇതുപോലെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തൊരു ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ബോർഡർ ഒന്നും പാടില്ല. ഫേസ് ക്ലിയർ ആയിട്ട് കാണണം. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി റീസെൻ്റ്ലി ക്ലിക്ക്ഡ്, 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ വിഡ്ത്തും ഹൈറ്റും, വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4.5 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, കളർ ബാക്ക്ഗ്രൗണ്ട് അല്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഡ്രോ എ ബോക്സ് ഓഫ് 3.5 to 4.5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് A4 ഷീറ്റ് പേപ്പറിലെടുത്ത് ആ ഫോട്ടോ പ്ലേസ് ചെയ്ത് എന്നിട്ട് അതിനുള്ളിലാണ് നിങ്ങളിത് ഫോട്ടോ സ്കാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, അതിനെ സ്കാൻ ചെയ്ത് നമ്മുടെ ഈ ഒരു ഫയലിനകത്ത് എടുക്കാം. ജെപെഗ് ആയിട്ടോ അല്ലെങ്കിൽ വെബ് ആയിട്ടോ PNG ആയിട്ടോ ഏതെങ്കിലും ഒരു ഇമേജ് ഫോമിൽ, യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ജെപെഗ് ആണ്, അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കണം. ഈ പറയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. ഈ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ഫോട്ടോ ഓൾറെഡി അതും 2 MB താഴെയുള്ള സൈസിൽ റെഡിയാക്കി വെക്കുക. അത് നിങ്ങൾക്കിതിൽ ഇവിടെ ഈ ഒരു സിമ്പലിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത് വരുന്ന അപ്ലോഡ് ഫോട്ടോ കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് അപ്ലോഡ് സിഗ്നേച്ചർ. അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ, ഇതിപ്പോൾ എൻ്റെ സിഗ്നേച്ചർ ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ സിഗ്നേച്ചർ ഞാനിവിടെ പേപ്പറിൽ വൈറ്റ് പേപ്പറിൽ ഇടുക. അതിനുശേഷം അതിൻ്റെ പിക്ചർ അതിന് ചുറ്റും, അതായത് 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 3 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന രീതിയിലായിരിക്കും. അതായത് 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ വിഡ്ത്ത് വരുന്നു, 3 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന രീതിയിലൊരു സൈൻ ഇടുക. ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യാൻ ഒരു കോളം വരച്ച് അതിനകത്ത് സൈൻ ചെയ്യുക. സൈൻ ചെയ്യുമ്പോൾ ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് പെന്നോ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏത് പെന്നായാലും കുഴപ്പമില്ല, ജെൽ പെൻ യൂസ് ചെയ്യാതിരിക്കുക. അതായത് കൃത്യമായിട്ടുള്ള പിക്ചർ ആ ഒരു റൈറ്റിംഗ് വരാൻ വേണ്ടിയിട്ട് ഇങ്ക് പെൻ തന്നെ യൂസ് ചെയ്യുക. ഫൗണ്ടൻ പെന്നാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഏത് പെന്നിൽ ഇട്ടാലും നിങ്ങൾ അതുവരെയുടെ സിഗ്നേച്ചർ സ്വീകരിക്കും കേട്ടോ. അതൊന്നും എടുക്കുക. ഫുൾ ആ ബോക്സിനുള്ളിലായിട്ട് സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, സിഗ്നേച്ചർ കണ്ടെയ്നിങ് ഇനിഷ്യൽസ് ഓൺലി, സിഗ്നേച്ചർ ഇൻ ക്യാപിറ്റൽ ലെറ്റർ, സിഗ്നേച്ചർ വിത്ത് ഓവർ റൈറ്റിംഗ്, അതൊന്നും അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. സിഗ്നേച്ചറിനകത്ത് അതായത് നമ്മുടെ TG എന്നുള്ള ഇനിഷ്യലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ TG എന്ന് മാത്രമായിട്ട് സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കത്തില്ല. അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിലുള്ള സിഗ്നേച്ചർ സ്വീകരിക്കത്തില്ല. ഒരു പ്രാവശ്യം സൈൻ ഇട്ട് അതിൻ്റെ പുറത്തുകൂടി വീണ്ടും ഓവർ റൈറ്റിംഗ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആണെങ്കിൽ അത് സ്വീകരിക്കത്തില്ല. അപ്പോൾ സിഗ്നേച്ചർ കൃത്യമായിട്ട് അവിടെ എടുത്ത് അതിന് ഫോട്ടോ എടുത്ത് നോട്ട് ഹോൾ ഷീറ്റ് ആ ഒരു കോളം മാത്രമായിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് അതിനെ ഒരു 2 MB താഴെയുള്ള സൈസായിട്ട് ജെപെഗ് ഫോമിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുക. അതിവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സിഗ്നേച്ചർ. ഇത് കഴിഞ്ഞാൽ അടുത്തൊന്നുകൂടെ ഉണ്ട് നമ്മുടെ ഫോട്ടോ, അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, അതും കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, നമ്മുടെ ഇടത് കൈയിൻ്റെ തമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇങ്ക് പാഡ് ഉണ്ടല്ലോ അതിൽ നമ്മൾ കൈ പതിപ്പിച്ച് ഇതുപോലെ തമ്പ് ഇംപ്രഷൻ ഒരു പേപ്പറിൽ എടുക്കുക. എന്നിട്ട് അതും ഈ സിഗ്നേച്ചർ എടുത്തതുപോലെ തന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ എന്തായിരിക്കണം, അതിൻ്റെ വിഡ്ത്ത് 4ഉം 3 സെൻറ്റിമീറ്റർ ഹൈറ്റുമായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഒരു കോളം വരച്ച് അതിനുള്ളിലായിരിക്കണം കൈ പതിപ്പിക്കേണ്ടത്. ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഇങ്ക് പാഡ് ആയിരിക്കണം തമ്പെടുത്ത് പതിപ്പിക്കേണ്ടത്. എന്നിട്ട് അതിനെ ഇതുപോലെ ജെപെഗ് ഫോമിലാക്കി എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയുമാണ് നമുക്കിവിടെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ ആയപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ 5 സ്റ്റെപ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് ഡീറ്റെയിൽസ് നമ്മളെല്ലാം അപ്ലൈ ചെയ്തു. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ്, അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്ലോഡ് ചെയ്തു. അടുത്തുള്ളത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ. നിങ്ങൾ എവിടെയെങ്കിലും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ ചോയ്സ് കൊടുത്തു. ഇനി അപ്ലോഡിങ് ഇമേജസ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് NOC ഉണ്ടെങ്കിൽ NOC നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഗവൺമെൻറ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അത് NOC കൊടുക്കണം. അതല്ല എങ്കിൽ ഇവിടെ
ഒന്നും കൊടുക്കണ്ട, അതില്ലെങ്കിൽ കൊടുക്കണ്ട. നെക്സ്റ്റ് ഫോട്ടോ കമ്പൽസറി ആണ്, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് തന്നെ. നെക്സ്റ്റ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു സൈസിലെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്തു തുടങ്ങാൻ. ഇതെല്ലാം ശരിയാക്കിയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് മാക്സിമം അവിടെ എടുക്കത്തുള്ളൂ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇടയ്ക്ക് ഇറർ ഒന്നും വരാൻ, കാരണം ഒരുപാട് സമയം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അത് ക്ലോസ് ആയി പോകാനോ ഇററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് സ്റ്റുഡൻറ്റ് പേയ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് പേയ്മെൻറ്റ് സ്റ്റെപ്പ് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് സ്റ്റുഡൻറ്റ് പേയ്മെൻറ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ പോകുക. അവിടെ ഈസിയാണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇലക്ട്രോണിക്കലി ഡെബിറ്റ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ഒക്കെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരാണ്. ആപ്ലിക്കേഷനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ മെത്തേഡ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളത്. അതിലവിടെ നിങ്ങളുടെ എമൗണ്ട്, നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ എന്താണോ കൊടുത്തത് അതനുസരിച്ചുള്ള ഫീസ് എമൗണ്ട് അവിടെ കാണിക്കും. അതനുസരിച്ച് നെറ്റ് ബാങ്കിങ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫീസ് കൂടെ അവിടെ പേ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അവിടെ ഫിനിഷ് ആകും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ നഴ്സിംഗ് ആസ്പിരൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നഴ്സിംഗ്, അതായത് ഈ നോർസെറ്റ് 9 അല്ലെങ്കിൽ ജിപ്മർ എക്സാമിന് നിങ്ങൾ ഏത് എക്സാമാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഹെൽപ്ഫുള്ളാകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണുക, മാക്സിമം യൂസ്ഫുൾ ആക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക, നിങ്ങളുടെ സജഷൻസ് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് നോർസെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്കൊക്കെ നമ്മുടെ ക്ലാസ്സസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത ഒരു യൂട്യൂബ് സെഷനിൽ നമ്മുടെ MCQ ഡിസ്കഷൻ സീരീസിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.